കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി. ചടങ്ങ് ഓഗസ്റ്റ് 11 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തുറക്കുന്നതോടെ ജില്ലയിലെ പൊതുജന ആരോഗ്യ രംഗത്ത് ശ്രദ്ധേയമായ ചുവടുവയ്പായി മാറും. ആർദ്രം മിഷനിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 5 നിലകളുള്ള കെട്ടിടത്തിൽ കാർഡിയോളജി, നെഫ്രോളജി, ഓങ്കോളജി ഒപികളുണ്ടെന്നും 3 ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, മെഡിക്കൽ ഐസിയുകൾ, സർജിക്കൽ ഐസിയുകൾ, ഡയാലിസിസ് യൂണിറ്റ് എന്നിവയും വിവിധ നിലകളിലായി 23 എക്സിക്യൂട്ടീവ് പേ വാർഡുകളും പ്രവർത്തന സജ്ജമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ജില്ലാ ആശുപത്രിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ജില്ലാ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ഉദ്ഘാടനം എന്നുള്ളത് നമ്മുടെ ജില്ലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ ചുരുങ്ങിയത് 3000-ലധികം രോഗികളാണ് ഓരോ ദിവസവും ഒപിയിലെത്തുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ വരുന്നതോടുകൂടി തന്നെ നമുക്ക് സൗകര്യപ്രദമായ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ഉദ്ഘാടനത്തോടുകൂടി ആളുകൾക്ക് വരുന്നതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനും വലിയ രീതിയിൽ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഇതിൽ കിഫ്ബി ഫണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് 61.72 കോടി രൂപയാണ് ഇതിന് ചെലവഴിച്ചിട്ടുള്ളത്. 5 നിലകളിലായിട്ടാണ് ഈ കെട്ടിടം ഒരുക്കിയിട്ടുള്ളത്. അതിൽ നമ്മുടെ OP ഉണ്ട്, ഇവിടെ ഇപ്പോൾ ഉള്ള OPകളെല്ലാം അങ്ങോട്ട് മാറ്റും. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, അതുപോലെ ICU വാർഡുകളുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡയാലിസിസിൻ്റെത് എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആർദ്രം മിഷനിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ ആശുപത്രി വികസനത്തിന്റെ 1ാം ഘട്ടത്തിലാണ് പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തിയത്. 61.72 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 5 നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സിവിൽ ജോലികൾ 39.8 കോടിക്കും ഇലക്ട്രിക്കൽ ജോലികൾ 21.9 കോടി രൂപയ്ക്കുമാണ് പൂർത്തീകരിച്ചത്. BSNL ആണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. PNC പ്രൊജക്ട്സ് ആണ് നിർമ്മാണം നടത്തിയത്. ശുദ്ധജല ശേഖരണ സംവിധാനം, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ആന്തരിക റോഡുകൾ, കോമ്പൌണ്ട് വാൾ എന്നിവയും നിർമ്മിച്ചു. 2 ലിഫ്റ്റുകൾ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 5 നിലകൾക്കും 1254 ചതുരശ്ര മീറ്റർ വീതം വിസ്തീർണമുണ്ട്. ഏറ്റവും താഴത്തെ നിലയിൽ സ്വീകരണ സ്ഥലം, വാഹന പാർക്കിംഗ്, 110 kV സബ്സ്റ്റേഷൻ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. 1ാം നിലയിൽ 150 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാത്തിരിപ്പ് ലോഞ്ചോടുകൂടിയ 9 OP കൺസൾട്ടേഷൻ റൂമുകൾ, UPS റൂം, ഫാർമസി, ടോയ്ലറ്റുകൾ തുടങ്ങിയവയും ഉൾപ്പെടുന്നുണ്ട്. ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ, രജിസ്ട്രേഷൻ മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ വിശിഷ്ടാതിഥികളാവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് MK റിപ്പോർട്ട് അവതരിപ്പിക്കും. MPമാരായ K സുധാകരൻ, ഡോക്ടർ V ശിവദാസൻ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T സരള, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MK ഷാജ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ, ഡോക്ടർ PK അനിൽകുമാർ, RMO ഡോക്ടർ സുമിൻ മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.